ഓവറായിട്ടുള്ള അഹങ്കാരം പാടില്ല. എന്നിരുന്നാലും ബഡ്ജറ്റ് എന്ന ഒറ്റ സംഗതി ഒഴിച്ച് ഇന്ത്യയിലെ മറ്റെല്ലാ ഇൻഡസ്ട്രികളെക്കാളും മലയാളം കുറച്ച് മുന്നിലാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു കാരണം കോവിഡ് സമയത്ത് ഇന്ത്യയിലെ മറ്റെല്ലാ പ്രധാന ഇൻഡസ്ട്രികളും അടച്ചുപൂട്ടിയിരുന്നപ്പോഴും തങ്ങൾക്കുള്ള റിസോഴ്സും ലിമിറ്റഡ് സ്പേസും വെച്ച് ആ കാലഘട്ടത്തിലും മലയാളത്തിൽ സിനിമകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അക്കൂട്ടത്തിലൊരു സിനിമയെ പറ്റിയാണ് ഈ വീഡിയോ. തീർച്ചയായും കോവിഡ് സമയത്ത് ഇറങ്ങിയ സിനിമകളുടെ എല്ലാം ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു വീട് അല്ലെങ്കിൽ ഒരു മുറിയും അതിൽ കുറച്ച് ആളുകളും എന്നതായിരുന്നു. ഒരു പരിധിവരെ ഈ സിനിമയും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ആ മുറിക്കകത്ത് നിന്ന് ഇവർ ബിൽഡ് ചെയ്തെടുക്കുന്ന ടെൻഷൻ, ഇനി അടുത്തത് എന്തായിരിക്കുമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന സിറ്റുവേഷൻസ്, അതൊക്കെ അതിഗംഭീരമായിരുന്നു. വളരെ സെൻസിറ്റീവ് ആയുള്ള ഒരു വിഷയം സംസാരിക്കുന്ന ഒരു സിനിമയാണിത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടു നോക്കണം. ഇനി വളരെ ചുരുക്കി ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, ഉരുൾപൊട്ടൽ നാശം വിതച്ച ഒരു മലയോര പ്രദേശത്ത് താമസിക്കുന്ന നായകന്റെ കുടുംബത്തിലേക്ക് ഒരു ദിവസം രാത്രി 2 അതിഥികൾ വരികയാണ്. അവരാരാണ്, എന്താണ്, എങ്ങനെ അവരവിടെ എത്തി, ഇതൊക്കെയാണ് സിനിമയുടെ പശ്ചാത്തലം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങൾ കാണേണ്ടതും. ഇനി സിനിമയിലെ പെർഫോമൻസുകളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ മുരളി ഗോപിയുണ്ട്. അദ്ദേഹം തന്റെ തനതായ ശൈലിയിൽ മുൻപ് അദ്ദേഹത്തിൻ്റെതായി കണ്ടിട്ടുള്ള പല കഥാപാത്രങ്ങളുടെയും അതേ മട്ടിൽ തന്നെയാണ് ഇതിലുമുള്ളത്. അടുത്തത് സിനിമയിലെ നായകനായ റോഷൻ. അദ്ദേഹത്തെയും നമ്മൾ മുൻപ് കണ്ടു പരിചയിച്ച അതേ രൂപത്തിലും ഭാവത്തിലും തന്നെയാണ് ഈ സിനിമയിലുമുള്ളത്. ഇനി നെസ്ലൻ. ഈ നെസ്ലനെ ഞാൻ മുൻപ് പല വീഡിയോസിലും പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെതിരെ എന്നും കിട്ടുന്ന മറുപടികളാണ് ഇവൻ ഒരേ ടെംപ്ലേറ്റ് സാധനങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെ അഭിപ്രായമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. ഇനി അടുത്തത് ഈ സിനിമയിലെ വില്ലൻ പൃഥ്വിരാജ്. വില്ലൻ എന്ന് പറയുമ്പോൾ ഒന്നൊന്നര വില്ലൻ. പൃഥ്വിരാജിന്റെ അഭിനയത്തെ ഇഷ്ടപ്പെടാത്തവരും കളിയാക്കുന്നവരും ഇതൊന്ന് കണ്ടു നോക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി ഇതിലൊരു സീനിയർ ആക്ടറുടെ വക കൂടി ചില സംഗതികൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, കാരണം അത് സിനിമയോടൊപ്പം കിട്ടുമ്പോൾ നല്ല ഇമ്പാക്ട് ഉണ്ടാവും. സോ ആകെ മൊത്തം പറഞ്ഞാൽ എനിക്ക് കൂടുതലായി പലതും പറയണമെന്നുണ്ട്, പക്ഷെ മാക്സിമം മറച്ചു പിടിച്ച് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക.